മുനിബാബ ഇപ്പോൾ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. നാം എല്ലാം അറിയുന്നുണ്ട്. എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സമ്പാദിക്കുകയാണ് വേണ്ടത്. ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, സംസാരിക്കുന്നുണ്ട്. എന്നാൽ മനസ്സുകൊണ്ട് മാത്രം. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും സിദ്ധിയുള്ള യോഗിയായി മാറിയത്. അല്ലയോ മഹാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് മാർഗം കാട്ടിത്തരൂ. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തരൂ. അങ്ങ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇതെന്ത് വിചിത്രമായ പ്രാണിയാണ് അല്ലേ മിത്രമേ? അഥവാ നീ ഈ പ്രാണികൾക്കിടയിൽ നിന്നും സ്വർണവർണ്ണമുള്ള പ്രാണിയെ പിടിക്കുകയാണെങ്കിൽ പിന്നീട് ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് ലഭ്യമാകുന്നതാണ്. അത് വളരെ നിസ്സാരമായ കാര്യമാണ്. നമ്മുടെ മിത്രം അത് നിമിഷ നേരത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, വേഗം തുടങ്ങിക്കോളൂ. അഭിരാജ്, നീ നമ്മുടെ പിന്നിലേക്ക് വന്ന് നമ്മുടെ കാത് പൊത്തു. എന്തിനാ? അതെ, നാം പറയുന്നത് വേഗം ചെയ്യൂ. കിട്ടിപ്പോയി. സ്വർണ്ണ നിറമുള്ള പ്രാണിയെ നമുക്ക് ലഭിച്ചു. ഇനി പറയൂ, നാം എന്താണ് ചെയ്യേണ്ടത്? അതിനെ മോചിപ്പിക്കൂ. സ്വർണവർണ്ണമുള്ള പ്രാണി തന്നെ നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹം പൂർത്തിയാക്കുമെന്നോ? എന്നാൽ നാം നമ്മുടെ ആവശ്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? നിന്റെ മനസ്സ് പറയുന്നത് എന്താണെന്ന് നിനക്ക് കേൾക്കാം. അപ്പോൾ നിന്റെ മനസ്സിലുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ലേ? നിന്റെ മുഷ്ടി വിടർത്തു. പോകൂ. ഈ സ്വർണവർണ്ണമുള്ള പ്രാണി നിന്നെ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങേക്ക് 1000 നന്ദി യോഗി വര്യ. വളരെ നന്ദിയുണ്ട്.
പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ഒരു തവണ പറയുന്നത് കേൾക്കൂ. ഒരു തവണയെങ്കിലും നാം പറയുന്നത് ഒന്ന് കേൾക്കൂ. ഇല്ല രാജകുമാരി, ഇത് സംസാരിച്ചു നിൽക്കാനുള്ള സമയമല്ല. പല രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്മാര് വരുന്നതല്ലേ. അവരെല്ലാം ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത് ചിന്തിച്ചു നോക്കി. അതല്ല, നാം പിന്നീട് ചിന്തിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഒരല്പ സമയം തരൂ. നമുക്ക് എത്രയും വേഗം ഒരു തവണ അരുന്ധതിയെ കണ്ടേ പറ്റൂ. രാവിലെ മുതൽ അവൾ ഒരു തവണ പോലും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്രകാരം അവൾ ഒരിക്കലും ചെയ്തിട്ടുമില്ല. അരുന്ധതി അവളെവിടേക്ക് യാത്ര പോവുകയാണെന്ന് രാജപുരോഹിതന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെ, അരുന്ധതി പോയെന്നോ? എവിടെ പോയി? നമുക്കറിയില്ല. എന്തോ അത്യാവശ്യ കാര്യത്തിനായി അവൾ അവളുടെ ഗ്രാമത്തിലേക്ക് പോയിരിക്കും. അവിടുന്ന് എന്തിനാ വെറുതെ ആശങ്കപ്പെടുന്നത്? വന്നാലും ഗ്രാമത്തിൽ പോയെന്നോ? അവൾ നമ്മോടൊന്നും പറയാതെ ഇങ്ങനെ എവിടേക്കും പോയില്ല. കനവാണു നീ, നിറവാണു നീ, നീ തന്നു സ്നേഹാമൃതം. ഇരുളാകെയും ഒളിയേകി നീ, പ്രത്യാശയായെന്നും നീ. ദേവതേ രാജകന്യേ, ഇതെന്താണ്? രൂപവതി. ചന്ദനവും മഞ്ഞളും ഇപ്പോൾ തന്നെ നമ്മുടെ മേൽ പുരട്ടുന്നത് എന്തിനാ? ഒരല്പം കൂടി കാത്തു നിൽക്കൂ. ഇല്ലില്ല രാജകുമാരി, ഇനിയും കാത്തു നിൽക്കാൻ സമയമില്ല. അവിടുത്തെ ഇളയമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം രാജകുമാരിയുടെ സ്നാനം പൂർത്തീകരിച്ച് അണിയിച്ചൊരുക്കുകയും വേണമെന്ന്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്കിവിടെ നിന്ന് പോയേ മതിയാകൂ. രൂപവതി രൂപവതി രൂപവതി.